ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നാട്ടിലെത്തിയിട്ട് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഉത്രാടം ദിവസമാണ്. പൂക്കളിടാനായിട്ട് ഇന്ന് പിള്ളേരെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു മേൽനോട്ടത്തിന് വേണ്ടിയിട്ട് അരനായിട്ടിന് കൂടിയിട്ടുണ്ടായിരുന്നു. ഞാനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് പതിവ് പോലെ തന്നെ പുറത്തൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ഇറങ്ങി നടന്നു. എന്നിട്ട് ചായ ഉണ്ടാക്കാനായിട്ട് തുളസിയും പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കുടിക്കാനുള്ള വെള്ളം കിണറ്റിൽ നിന്നാണ് എടുക്കാറുള്ളത്. അപ്പോൾ അത് കോരി വെക്കായിരുന്നു വെളുത്തേക്ക് ചേച്ചി. നാട്ടിലത്തെ വെള്ളം കുടിക്കുമ്പോഴും ഇവിടുന്ന് നല്ല വെള്ളത്തിൽ കുളിക്കുമ്പോഴും എന്താണെന്നറിയില്ല, ഒരു സമാധാനമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും പഴം പുഴുങ്ങിയതും സാമ്പാറും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. തുണി ഉണക്കാൻ ഇടാനായിട്ട് ഞാൻ മുകളിൽ പോയപ്പോഴാണ് സൂര്യേച്ചനെ കണ്ടത് കേട്ടോ. സൂര്യേച്ചനെ മൂത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ മേക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം സൂര്യേച്ചനെ കിട്ടാത്തതുകൊണ്ട് ഇന്നായിരുന്നു കലാപരിപാടി മൊത്തം. ഇവരുടെ റൂമിൻ്റെ ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. അവിടെ തന്നെയാണ് അയൺ ബോക്സും വെച്ചിട്ടുള്ളത്. എനിക്കാണെങ്കിൽ എന്തായാലും ഡ്രസ്സ് അയൺ ചെയ്യാനും ഉണ്ടായിരുന്നു. അങ്ങനെ അയണൊക്കെ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ബാൽക്കണിയിൽ നിന്ന് കാഴ്ചയൊക്കെ കണ്ടിരുന്നു. സൂര്യേച്ചയുടെ കൂടെ വർത്തമാനം പറഞ്ഞിട്ട് ഞാൻ നേരെ എൻ്റെ റൂമിലേക്കാണ് കേട്ടോ പോയത്. കുറച്ച് അടുക്കി പെറുക്കി വെക്കാനുണ്ടായിരുന്നു. പിന്നെ ഓണമായിട്ട് അച്ഛൻ എല്ലാവർക്കും ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ എടുത്ത് വെക്കാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ അച്ഛൻ തന്നിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ്. റൂം ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി താഴെ ചെന്നപ്പോൾ എല്ലാവരും ഗെയിംസ് കളിക്കുമായിരുന്നു. ഗെയിംസ് കളിക്കുമ്പോൾ പിള്ളേരുടെ കൂടെ അധികവും ഏട്ടനാണ് കേട്ടോ ഇരിക്കാറുള്ളത്. ഉമ്മറത്ത് ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അവിടെ നല്ല തകൃതിയായിട്ട് കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അച്ഛനും ഏട്ടന്മാരും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്കാണ് പോയത്. സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ മെല്ലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 2-3 വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എണീറ്റതാണ്. അപ്പോൾ ആണ് ചെറിയൊരു ചാറ്റൽ മഴ പെയ്തത് ഞാൻ ശ്രദ്ധിച്ചത്. അധികം മഴ പെയ്യരുതെന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. എന്താണെന്നറിയില്ല, വിശേഷ ദിവസങ്ങളിൽ എനിക്കിങ്ങനെ ഈ മഴ പെയ്യുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. ആകെ മൊത്തൊരു മടിയും പിന്നെ ആകെ കൂടെ ഒരു ചളപ്പുമായിട്ട് എനിക്ക് തോന്നും. ചെറിയൊരു വെയിൽ കണ്ടു തുടങ്ങിയപ്പോൾ ഞാൻ ഏട്ടനെ മെല്ലെ കുത്തിപ്പൊക്കി എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മുളക് പൊട്ടിക്കാനാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇഷ്ടംപോലെ മുളകുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാനും അത് കായ്ച്ച് കാണാനൊക്കെ നല്ല ഇഷ്ടമാണ്. പക്ഷേ ബാംഗ്ലൂർ അതിനുള്ള സൗകര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നാട്ടിൽ വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്താണെന്നറിയില്ല, നല്ലൊരു സന്തോഷമാണ്. കാന്താരി മുളക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് ചീനമുളക്, അരിമുളക് എന്നൊക്കെ പറയും. അപ്പോൾ അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടനും അമ്മയും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മുളകൊക്കെ പൊട്ടിക്കാനായിട്ട്. അങ്ങനെ ആവശ്യത്തിനുള്ള മുളകൊക്കെ പൊട്ടിച്ചിട്ട് ഞങ്ങൾ പാക്ക് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അത് ബാംഗ്ലൂർക്ക് പോകുമ്പോൾ വേണം അതൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട്. അപ്പോഴേക്കും ലഞ്ചിനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇലയൊക്കെ ഇട്ടിട്ട് ഇനി സദ്യ കഴിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. എല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു. പപ്പടം, അച്ചാറ്, കാളൻ, അവിയൽ, പുളിയിഞ്ചി, ഉപ്പേരി, പായസം, അങ്ങനെ ഒരു ലോഡ് ഐറ്റംസ് തന്നെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പാൽപ്പായസം തീരെ ഇഷ്ടമല്ല കേട്ടോ. ശർക്കരയൊക്കെ ഇട്ട് തേങ്ങാപ്പാലിട്ട പായസമാണെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്. എല്ലാം വിളമ്പി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, കാണാൻ തന്നെ നല്ല സാറ്റിസ്ഫൈങ് ആയിരുന്നു. അപ്പം തന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ എപ്പോഴെങ്കിലും കാണുമ്പോൾ ഇതൊക്കെ നോക്കി ഇങ്ങനെ കൊതി പിടിച്ചിരിക്കാമല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ എല്ലാം കണ്ടു പഠിച്ച് തുടച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം. നെക്സ്റ്റ് ഇനി പിള്ളേരാണ് കേട്ടോ കഴിക്കാനുള്ളത്. സൂക്കി സദ്യ കഴിച്ച ക്ഷീണം ലേശം മാറ്റി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കൽ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും തറവാട്ടിക്ക് പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ തറവാട്. അച്ഛനും അമ്മയ്ക്കും കുറച്ച് നേരത്തെ പോകാനുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇത്തിരി ലേറ്റായിട്ടാണ് അങ്ങോട്ട് ഇറങ്ങാറുള്ളൂ. ഏട്ടൻ ചെരിഞ്ഞും കിടന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കുറച്ച് നേരം പല വിധത്തിലുള്ള ഫോട്ടോസൊക്കെ എടുത്തു. ഏകദേശം തിരക്കേടില്ലാത്ത ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ തറവാട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെയും കുറച്ച് ഫോട്ടോസ് ഏട്ടനെ കൊണ്ട് എടുപ്പിച്ചായിരുന്നു കേട്ടോ. ഞാനും സൂര്യേച്ചിയും കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് ഒപ്പം ഒരു ഡാൻസ് കളിക്കണമെന്ന്. പെട്ടെന്ന് മൂഡ് വന്നപ്പോൾ അപ്പം തന്നെ ഒരു പാട്ട് സെലക്ട് ചെയ്ത് ഞങ്ങൾ ഡാൻസ് കളിക്കാൻ തീരുമാനിച്ചു. ഈ ഡാൻസ് വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ഡാൻസ് വീഡിയോ ഒക്കെ എടുത്ത ശേഷം ഞങ്ങൾ തറവാട്ടിലേക്ക് ഇറങ്ങി. തൊട്ടടുത്താണ് കേട്ടോ തറവാട്. ജസ്റ്റ് 3 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. ഈ പരിസരത്തുള്ള ഒരുവിധ ആൾക്കാരൊക്കെ അച്ഛൻ്റെ കുടുംബക്കാരാണ്. ഏകദേശം ഒരു 5:30 ആയപ്പോഴേക്കും തറവാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അച്ഛൻ്റെയൊക്കെ തറവാട്. വിഷുവിനും ഓണത്തിനൊക്കെ ഒരു ദിവസമെങ്കിലും ഇവിടെ എല്ലാവരും കൂടാറുണ്ട് കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ചെറുതായിട്ട് സ്നാക്സൊക്കെ തട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ആയപ്പോൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പഴയ വീടുകളും തറവാടും ഒക്കെ കാണാനായിട്ട്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു ദിവസം ഞാനിവിടെ വന്നപ്പോൾ എല്ലാ റൂമിലും പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. വിശേഷ ദിവസങ്ങളിൽ അച്ഛൻ്റെ ഏട്ടനനിയന്മാരും അവരുടെയൊക്കെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ പറ്റാവുന്നവരൊക്കെ എത്താറുണ്ട്.
ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഗെയിംസിനൊന്നും ഒരു കുറവും വരാറില്ല കേട്ടോ. ഇത്തവണ വീട്ടിൽ നിന്ന് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ തൂക്കിയെടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് കുറേ നേരം ഇങ്ങനെ ഇരുന്നു. എല്ലാവരും കൂടെ എപ്പോഴേലുമൊക്കെ ഇങ്ങനെ കൂടുമ്പോൾ ഒരു രസമാണല്ലേ. കുറച്ച് പേര് എബ്രോഡും പിന്നെ കുറച്ച് പേര് എത്തിയിട്ടും ഇല്ലാത്തതുകൊണ്ട് ഇത്തവണ ആൾക്കാർ ലേശം കുറവായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും കൂടിയിട്ട് പിന്നെയും കുറേ നേരമൊക്കെ വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു. ഇത് ഏട്ടൻ്റെ ചെറിയച്ഛൻ്റെ മരുമകനും മോളുമാണ് കേട്ടോ. ഇവർ ബാംഗ്ലൂരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ അവർ കോയമ്പത്തൂർക്ക് മാറിയപ്പോൾ നല്ല മിസ്സിങ് ആണ് കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെയും കുറച്ച് നേരം എല്ലാവരുടെയും കൂടെ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.